നിരപരാധിയാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്നാലും അതുവരെ എന്നെ ഇപ്പോൾ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അത് ഏറ്റവും കൃത്യമായി തന്നെ ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും നിറഞ്ഞ കമ്മിറ്റ്മെന്റോടുകൂടി സുതാര്യമായി, ഏറ്റവും പ്രധാനം ഇത് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ ജനാധിപത്യ സ്വഭാവവും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഈ ഒരു പൊതുസമൂഹത്തിൽ കുറേ സിനിമാ മേഖലയെക്കുറിച്ചുള്ള കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമ്മളെല്ലാം വല്ലാതെ വിഷമിക്കുന്നവരാണ്. കാര്യം സിനിമയെ സ്നേഹിക്കുന്നവർ അവരെല്ലാം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ. പക്ഷെ അവിടെയെല്ലാം ഈ ഒരു സംസ്ഥാന ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ കുറേ പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്. അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് പറയാം. അതെല്ലാം നമ്മൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്യും. ഇപ്പോൾ 2022 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജൂറി അതിന്റെ മീറ്റിംഗ്, ആ ജൂറിയുടെ പ്രഖ്യാപനം 2024 സെപ്റ്റംബർ 5-നും 12-നും ഇടയിൽ നമ്മളൊരു ഡേറ്റ് ഉദ്ദേശിക്കുകയാണ്. 2023 JC ഡാനിയൽ അവാർഡ് ജൂറി മീറ്റിംഗിന്റെ പ്രഖ്യാപനവും 2024 ഈ മാസം സെപ്റ്റംബറിൽ തന്നെ അതുണ്ടാവും. ടെലിവിഷൻ അവാർഡിന്റെ സമർപ്പണം, ഈ 2022 ടെലിവിഷൻ അവാർഡ് നമ്മൾ പ്രഖ്യാപിച്ചുവെങ്കിലും ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായി, അറിയാമായിരിക്കും. അത് കോടതിയിലൊക്കെ ചില ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതാണ്. അത് ഉടനെ ആ അവാർഡ് സമർപ്പണം ഉടനെ അതുണ്ടാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെ ഒരു പ്രധാന കുറേ നിർദ്ദേശങ്ങളുണ്ടല്ലോ, അറിയാമല്ലോ, 24ഓളം നിർദ്ദേശങ്ങളുണ്ട്. ഒരു ട്രൈബ്യൂണൽ സമഗ്രമായി സിനിമാ മേഖലയെ മുഴുവൻ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി സ്ത്രീകൾക്ക് പരിരക്ഷ ലഭിക്കാനും നിയമപരമായ എല്ലാ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഒക്കെയുള്ള ഒരു ഏറ്റവും നല്ലൊരു സംവിധാനമാണ്, ഒരു ജുഡീഷ്യൽ സംവിധാനം. ഇപ്പോൾ ICC എന്നൊക്കെ പറയുന്ന സംവിധാനം നിലവിൽ നമ്മുടെ എല്ലാ സെറ്റുകളിലും ഉണ്ട്. അത് പോരാ, അതിലൊക്കെ ഉപരിയായിട്ട് സിനിമയ്ക്ക് സമഗ്രമായിട്ട് അങ്ങനെ ഒരു ട്രൈബ്യൂണലിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് കുറച്ചൊന്ന് നമ്മൾ വൈകിയില്ല, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞാൽ ഇതിലൊക്കെ വിശദീകരിച്ചതാണ്. അത് സർക്കാരിന്റെ മുമ്പിൽ അത്രയും ഒരു സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, അത് നമുക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ അപ്പോഴും ഇത് വൈകുന്ന സമയത്തും കുറേ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വനിതകൾക്കുള്ള ഒരു എംപവർമെന്റ്, വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ത്രീകൾ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ നിന്ന് സ്ത്രീകളുടെ സാന്നിധ്യം അപൂർവമായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ സംവിധാന രംഗത്തുണ്ട്, ക്യാമറയുടെ രംഗത്തുണ്ട്, ഇതുപോലുള്ള പല മേഖലകൾ. നമ്മൾ ഈ പലപ്പോഴും ഈ അഭിനേത്രികളുടെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അവർ ഈ ലൈൻ ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതല്ല, സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ പല മേഖലകളിൽ, കോസ്റ്റ്യൂം ആകട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, അതിന്റെ ഇതര സാങ്കേതിക മേഖലകളിൽ, സ്ക്രിപ്റ്റിംഗിന്റെ കാര്യത്തിൽ, ഇങ്ങനെ വിവിധ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവിടെ അവരുടെ ഒരു എണ്ണം വളരെ കുറവാണ്, അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അതിനുവേണ്ടിയിട്ട് സ്ത്രീകൾക്ക് നമ്മൾ ഈ രംഗത്ത് താല്പര്യമുള്ള കഴിവുള്ള പ്രതിഭകളായിട്ടുള്ളവരെ കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ചില നടപടികളിലേക്ക് നമ്മൾ കടന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പരിശീലന പദ്ധതി നമ്മൾ ആരംഭിച്ചു. നേരത്തെ തന്നെ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം നമ്മൾ അത് നടത്തുകയാണ്. കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിൽ കടന്നു വരുന്നതോടുകൂടി തന്നെ സ്ത്രീകൾ അപ്പോൾ അത് ഒരു സ്ത്രീ സൗഹൃദമായ തൊഴിലിടമായിട്ട് അത് മാറും. അതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതൊരു സ്ത്രീകൾക്ക് അവരുടെ ഒരു സംഘടിത ശക്തിയൊക്കെ വരുമ്പോൾ, കൂടുതൽ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ പറയപ്പെടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു പരിധി വരെ അത് തന്നെയാകും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ ഒരു വലിയ കടന്നുവരവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഒരു ഏതാണ്ട് 60ഓളം സ്ത്രീകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പരിശീലന പദ്ധതി ഇമ്മീഡിയറ്റ് ആയിട്ട്, അത് രണ്ടാം ഘട്ടമാണ്, നേരത്തെ തുടങ്ങിയതാണ്. അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നുണ്ട് പരിശീലന പദ്ധതി. അതിന്റെ ഒരു വെന്യൂ നമ്മൾ ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ മിക്കവാറും ഈ കൊല്ലത്തുള്ള സാംസ്കാരിക സമുച്ചയത്തിലോ തൃശ്ശൂർ വേണമെന്നൊരു ആവശ്യമുണ്ട്. അത് എല്ലാവരുടെയും ഒരു സൗകര്യം പ്രമാണിച്ച് അത് ഉചിതമായ തീരുമാനം അതിന്റെ മന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിന്റെ ഇത് ഉടനെ നടക്കുന്നുണ്ട്. അവരുടെ ഒരു ഓറിയന്റേഷൻ ഒരു ക്യാമ്പ്, പിന്നെ
സംസ്ഥാന ഫിലിം അവാർഡ് നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ ആ ഫിലിം അവാർഡിന്റെ വിതരണം നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊരു മഹാദുരന്തത്തെ നേരിട്ടവർ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിജീവന പോരാട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പല പരിപാടികളും നമ്മൾ അത്രയേറെ ഒരു ആർഭാടത്തോടു കൂടിയോ ആഘോഷത്തോടു കൂടിയോ നടത്താൻ പറ്റാത്ത ഒരവസ്ഥ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ പോലും സംസ്ഥാന അവാർഡൊക്കെ നമ്മൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഏറ്റവും നന്നായി തന്നെ നടത്താനുള്ള ഒരു ശ്രമമാണ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു തീയതി കിട്ടുന്നതോടുകൂടി അതിനൊരു തീരുമാനമുണ്ടാവും ഉടനെ തന്നെ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. IFFK നമ്മുടെ ഏറ്റവും അഭിമാനകരമായ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള, അതിൻ്റെ സിനിമാ സെലക്ഷൻ്റെ ജൂറി സ്ക്രീനിങ് 2024 ഒക്ടോബർ 3 മുതൽ 15 വരെ. അതെല്ലാം കൃത്യമായ ഒരു കലണ്ടർ നമ്മൾ രൂപപ്പെടുത്തി. അത് 15 വരെ അത് നടക്കും. പിന്നെ സിഫ്ര നമ്മുടെ അതിൻ്റെ 3-ാം നിലയിലെ ഫിലിം പ്രിന്റുകളുടെ ഒരു സ്റ്റോറേജ് ഏരിയ, എക്സിബിഷൻ ഹാൾ, അതിൻ്റെ ഉദ്ഘാടനം 2024 ഒക്ടോബർ 12 മുമ്പായിട്ട് തന്നെ, അത് ഏറ്റവും സമീപ ദിവസങ്ങളിൽ തന്നെ അത് നടത്താൻ പോവുകയാണ്. ഈ ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് മിക്കവാറും ഒക്ടോബർ 18 വെള്ളിയാഴ്ച നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് CM-ന്റെ ഒരു കൺസെന്റ് കൂടെ കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ ദിവസം CM-നെ ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തീയതി കിട്ടിയാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നടക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഗോത്രവർഗ വിഭാഗങ്ങൾക്കായിട്ടുള്ള ഒരു ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് അത് നമ്മൾ നേരത്തെ നടത്തിയിരുന്നു. അത് പറഞ്ഞാൽ അത് അത്ഭുതപ്പെടും. കാര്യം നമുക്ക് ഇത്രയേറെ പ്രതിഭകൾ, ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ ഗോത്രവർഗ മേഖലയിൽ അവസരങ്ങളൊന്നും ലഭിക്കാതെ കഴിയുന്നു. അതൊക്കെ നമ്മുടെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ ദൗത്യമാണ് അക്കാദമി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വിവിധ മേഖലകളിൽ നിന്ന്, അട്ടപ്പാടിയിൽ നിന്ന്, വയനാടിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന കുട്ടികൾ എന്തൊരു മിടുക്കരായ കുട്ടികൾ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ ഈ ഒരു നഗരത്തിന്റെ പരിധിക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും അവർക്ക് കിട്ടാറില്ല. പക്ഷെ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ഒരുപാട് കുട്ടികളുടെ, അപ്പോൾ അവരുടെ അതിൻ്റെ ഒരു തുടർ പരിശീലനം, അവരുടെ ഒരു തുടർ ക്യാമ്പ് അത് നമ്മൾ ഉടനെ അത് ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ ഒരു ചലച്ചിത്ര കോഴ്സ് ഉണ്ട്. അതുപോലെ കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ചലച്ചിത്ര ആസ്വാദന കോഴ്സുണ്ട്. അതിൻ്റെ MOU അത് ഒപ്പുവയ്ക്കുന്നുണ്ട് ഉടനെ തന്നെ. ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കായി അവരുടെ നേതൃപാഠവും ഭരണനിർവഹണവും ഒക്കെ ജനാധിപത്യ മൂല്യങ്ങൾ അവർക്ക് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ അതിനുള്ള പരിശീലന പദ്ധതികൾ, ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ അക്കാദമിയുടെ മുമ്പിൽ നിലവിൽ ഉള്ളത്. ഫിലിം കോൺക്ലേവിനെ കുറിച്ച് ഇപ്പോൾ വളരെ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ഡേറ്റിനെ കുറിച്ച് ഇപ്പോഴും നമുക്കൊരു അന്തിമ തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സമവായത്തോടു കൂടി ഇത് നടത്തണമെന്നാണ് അക്കാദമിയും സാംസ്കാരിക വകുപ്പും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ചില ആശങ്കകൾ ചിലതിനെക്കുറിച്ചുണ്ട്. അതിനകത്ത് ഇപ്പോൾ ചിലരോടൊപ്പം വേദി പങ്കിടുന്നത് ചിലർക്ക് അനഭിമതരായിട്ടുള്ളവരോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സമന്വയം വരേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം വന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇത് ആർക്കും പിന്നെന്താണ്, നമുക്കൊരു പ്രത്യേകിച്ച് അജണ്ടകളോ ഒന്നുമില്ല. ഇത് സിനിമയുടെ ഒരു സമഗ്രമായ ഒരു മുന്നേറ്റത്തിന്, ഏറ്റവും നല്ല ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഇനിയുള്ള കാലം സിനിമയുടെ ഏറ്റവും നല്ല കാലമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ പ്രശ്നങ്ങളൊക്കെ അതിന് പരിപൂർണമായും അതിന് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള ഒരു വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ഒന്നാണ് ഈ ഫിലിം കോൺക്ലേവ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിരവധി നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിൽ നിന്നും പലപ്പോഴും നമ്മൾ ഈ സിനിമയിലെ താരങ്ങളെക്കുറിച്ചും അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്നവരെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ, ലൈറ്റ് ബോയ്സ് തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാം പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട്, സിനിമാ സംഘടനകൾ മുഴുവൻ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇവരുടെ എല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അത് വളരെ ആധികാരികമായി തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും വേണ്ട പരിഹാരങ്ങളും നടപടികളും എല്ലാം അതിൻ്റെ ഒരു ഫൈനൽ രൂപം അതിലെത്താൻ സിനിമയുടെ ഏറ്റവും നല്ല ഒരു മുന്നോട്ട് പോക്കിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് കോൺക്ലേവായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വലിയ വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായാലും ഞാൻ ചിലരിത് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞ്
വളരെ ഒരു തീവ്രമായ നിലപാടൊക്കെ എടുക്കുന്നവരുണ്ട്. ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുന്ന എളുപ്പമാണ്. നമ്മളിതിന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി സർക്കാർ ഇത്രയും സദുദ്ദേശത്തോടു കൂടി ഒരു സംരംഭം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമ ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആയിരക്കണക്കിന് വ്യക്തികൾ ജീവിതങ്ങളാണ് ഇത് ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇത് ഒന്നടങ്കം ഇങ്ങനെ കുഴപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന മാധ്യമങ്ങളുടെ ഒരു സമീപനം പോലും മാറേണ്ടിയുണ്ട്. അപ്പോൾ ഈ സിനിമ ഇനിയും മുന്നോട്ട് പോകണം. ഈ ജനങ്ങൾക്ക് എപ്പോഴും അവർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന അവരാകെ ഒരുപാട് ടെൻഷനിൽ ജീവിക്കുന്ന ജനങ്ങൾ, അവർക്ക് തീർച്ചയായിട്ടും സിനിമ ആവശ്യഘടകം തന്നെയാണ് അവർക്ക്. അതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാവുന്ന ചില പ്രതിസന്ധികളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഉടനെ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസം. ഇപ്പോൾ ഇത് സഹകരിക്കില്ല എന്ന് പറയുന്നവരും ഇതിന്റെ കൂടെ നിൽക്കുകയും അവർക്ക് ആരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ, ആരോടൊപ്പെങ്കിലും അവർക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിച്ച് അവരെ മാറ്റി നിർത്തേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നിർത്താം. അതിനൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ അവർ ഇത് ബഹിഷ്കരിച്ചു പോവുകയല്ല. സിനിമയോടൊരു ഉത്തരവാദിത്തം, ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടെങ്കിൽ സിനിമയോടൊപ്പം ചേർന്ന് നിൽക്കണം. സിനിമയുടെ ഇത്തരം തീരുമാനങ്ങൾക്കൊപ്പം അവർ നിൽക്കണം. അവർ കൂടി ചേർന്ന് ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അതിനൊരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇത് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രാഥമികമായിട്ട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ അവാർഡ് ദാന ചടങ്ങുകളുണ്ട്, ഈ IFFK, ഇതൊക്കെ മഹാവിജയമാക്കി നമുക്ക് ചെയ്യണം. ഒരു ഏറ്റവും നല്ല സിനിമകൾ നമ്മൾ കൊണ്ടുവരേണ്ടിയുണ്ട്. അക്കാദമിയുടെ ഒരു ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു പുതിയ ഭാവുകത്വം ഉണ്ടാവുക, മലയാള സിനിമാ പ്രേക്ഷകരിൽ ഒരു പുതിയ ഒരു ആസ്വാദന നിലവാരം ഉണ്ടാക്കുക, ആസ്വാദന നിലവാരം ഉയർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടുകൂടി ഇടപെടുകയും സുതാര്യമായി തന്നെ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യും എന്ന് ഇപ്പോൾ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഒരു താൽക്കാലിക ചുമതല ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് എനിക്കിതാണ് പ്രിയപ്പെട്ടതിനോട് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്. ഇതിപ്പോ ഇവിടെ ചെയർമാനോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ സെക്രട്ടറിയോ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ കൗൺസിലോ ഒക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ അവർ മാത്രം വിചാരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥാപനമല്ല. ഇവിടെ അഹോരാത്രം രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന കുറേ ജീവനക്കാരുണ്ട് ഇവിടെ. ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ചെയർമാനോ ഒക്കെ എന്തെങ്കിലും ഒരു അസൗകര്യമുണ്ട്, അവരൊന്നും ഇല്ല എങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു ഏറ്റവും കൃത്യതയാർന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിന്റെ കൂടെ നിൽക്കുകയും ഇതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിനൊരു നേതൃത്വമൊക്കെ നൽകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാം ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഇത് ഗോളടിക്കാൻ പറ്റുന്ന മേഖലയല്ല. സിനിമ എന്ന് പറയുന്നത് അതൊരു സംഘകലയാണ്. അതൊരു ഒരു കളക്റ്റീവ് ആർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന അതാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങളും ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ്, ഈ ജീവനക്കാരുടെ മുഴുവൻ. അപ്പോൾ അവരെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒപ്പം ജനറൽ കൗൺസിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പരമാധികാര ഇതിന്റെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ജനറൽ കൗൺസിലിന്റെ അവരുടെ ഒരു ഡിഗ്നിറ്റി അതെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി അത് അടിവരയിട്ട് പറയുകയാണ്. ജീവനക്കാരുടെ, ജനറൽ കൗൺസിലിന്റെ, പ്രിയപ്പെട്ട സെക്രട്ടറിയൊക്കെ വലിയ പിന്തുണയാണ് നൽകുന്നത്. അദ്ദേഹമൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഈ മേഖലയിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ചെയർമാനായിട്ട് ഇപ്പോൾ ചുമതലയേൽക്കുമ്പോൾ എനിക്ക് അധികം ടെൻഷനൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഒരു വലിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും എന്ന വലിയ ശുഭപ്രതീക്ഷ കൂടി അറിയിക്കുകയാണ്. അല്ല, ഈ അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും ഏത് രംഗത്തും എപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നുമില്ല. ഇവിടെയും ചില പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് ചില വിയോജിപ്പുകൾ അവർ അറിയിച്ചു. അത് സാംസ്കാരിക വകുപ്പിനെ അറിയിച്ചിരുന്നു. അതിനകത്ത് മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ നടന്നു. അത് ആരോപിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ അന്വേഷിച്ചു. ഇപ്പം നിലവിൽ ശാന്തമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ അതിനെ കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രസ്താവനയൊന്നും ഞാൻ നടത്താനില്ല.
ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അതിർത്തിയൊക്കെ നമ്മുടെ അംഗങ്ങളൊക്കെ പലരും അത് പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായില്ല. അപ്പോൾ അതൊന്നും നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷെ അതിനെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വേണ്ട എല്ലാവരും അതിനകത്ത് കൃത്യമായി ഇടപെട്ടു. ആ പ്രോപ്പർ സമയത്തിന് ഇടപെട്ടു. എങ്കിലും ചില കാര്യങ്ങൾക്ക് ഇനിയും ചില വ്യക്തതകൾ വരാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ദീർഘമായിട്ട് സംസാരിക്കാം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് കുറയരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഫണ്ടിൻ്റെയൊക്കെ ഒരു വലിയ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രിയൊക്കെ ഞാനും സെക്രട്ടറിയും പോയി നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. എങ്കിലും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കഴിയുന്നത്ര ചിലവ് കുറച്ച് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടതും. അത് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെയും അഭിപ്രായം. എങ്കിൽ പോലും ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടത്തുന്നു. ഇന്നിപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ IFFK എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ ഒരു അവഗണിച്ചുകൊണ്ടൊരു അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ചുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റില്ല. കാര്യം ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മേളയായിട്ട് അത് നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമകളുടെ മികവ്, ഏറ്റവും വലിയ ശ്രദ്ധേയമായ ലോകമേളകളിൽ പുരസ്കാരങ്ങൾ കിട്ടുകയും നിരൂപക പ്രശംസ പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല സിനിമകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും വ്യക്തിപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ചില സിനിമകളെക്കുറിച്ചൊക്കെ. അതൊക്കെ ആസ്വാദകന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും നല്ല മികവാർന്ന സിനിമകൾ, പ്രത്യേകിച്ചും വർത്തമാനകാലത്തൊക്കെ വരുന്ന ഏറ്റവും നല്ല സിനിമകളാണ് ഇതിൽ വരുന്നത്. അതൊന്ന്. ഒപ്പം നമ്മൾ പങ്കെടുപ്പിക്കുന്ന ഗസ്റ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള, നമ്മളിപ്പോൾ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അതിന് അർഹതയുള്ള വ്യക്തിത്വങ്ങൾ. അതിനൊക്കെ നമ്മളെ ഇവിടുത്തെ ടീം, ഫെസ്റ്റിവൽ ടീമായിരുന്നാലും ഒക്കെ അവർ വളരെ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ആണ് അവരെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതിപ്പോൾ ലോകമേളകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസോടും കൂടി നമ്മളത് നടത്തുക തന്നെ ചെയ്യും. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ ചില ആർഭാടങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വളരെ വർണ്ണശബളാഭമായ ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ കാലങ്ങൾ നടന്നിരുന്നത്. അതൊക്കെ ചിലപ്പോൾ ഒരു പകട്ടൊക്കെ ഒരൽപ്പോൾ നമ്മൾ ഈ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്വാഭാവികമായി വന്നു പോകും. പക്ഷെ എങ്കിലും അത് വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. ഗവൺമെന്റിന്റെ പരമാവധി ഒരു പിന്തുണ ഈ ഒരു കാര്യത്തിലുണ്ട്. കാര്യം ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഈ കേരളം രൂപപ്പെട്ടത് തന്നെ ഇത്തരം സാംസ്കാരിക ഇടപെടലുകളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ, കലയുടെ, സംസ്കാരത്തിന്റെ, സാഹിത്യത്തിന്റെ, നാടകങ്ങളുടെ, സിനിമകളുടെ ഒക്കെ അതിൽ കൂടി രൂപപ്പെട്ടതാണ് കേരളത്തിന്റെ ഒരു നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം, നമ്മുടെ സാംസ്കാരിക രംഗത്തിന്റെ പ്രാധാന്യം അത് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് നിലവിലുള്ളത്, മന്ത്രിയാണുള്ളത്, മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ പ്രാധാന്യം തന്നെയാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് എല്ലാ പിന്തുണയും ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അതിന്റെ എല്ലാ നമ്മുടെ സഹജീവികളോടുള്ള ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളിത് ഏറ്റവും നന്നായി നടത്തണം. ഒരു പരാതികളും ഇല്ലാതെ നടത്താനുള്ള ശ്രമത്തിലാണ്. ഞാനും ഉന്നയിച്ചു, ഒരു വനിത തീർച്ചയായിട്ടും അക്കാദമിയുടെ തലത്തിൽ വരണം എന്ന് ഞാനും ആഗ്രഹിച്ചു. അത് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനത് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടതാണ് ചലച്ചിത്ര അക്കാദമിയുടെ തലത്തിൽ. അത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, സിനിമയോടൊരു കമ്മിറ്റ്മെന്റുള്ള, ഏറ്റവും ഒരു ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വനിത ഈ സ്ഥാനത്ത് വരുന്നതിനെ ഏറ്റവും അധികം സ്വാഗതം ചെയ്ത ആളാണ് ഞാൻ. അത് ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഭരണതലത്തിലും എല്ലാം വനിതകളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഈ സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ വെറുതെ വാചകം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെല്ലാം ഏറ്റവും കഴിവുള്ള വനിതകളല്ലേ നമ്മുടെ ഈ രംഗത്ത്, എല്ലാ രംഗത്തും ഉള്ളത്. രാഷ്ട്രീയത്തിലായിക്കോട്ടെ, കലയിലായിക്കോട്ടെ, ഏത് മേഖലകളിലും സാംസ്കാരിക രംഗത്തായിരുന്നാലും വലിയ കഴിവുള്ള വലിയ പ്രതിഭകൾ പുരുഷന്മാരോടൊപ്പം ഒരുപക്ഷെ അതിനും അപ്പുറം അവർക്ക് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരുപാട് വനിതകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വലിയ കടന്നുവരവ് വരണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സ്ത്രീകൾക്കൊരു വലിയ ആത്മവിശ്വാസവും വലിയ പ്രചോദനവും വലിയ തഞ്ചകടവും അതുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എന്തെങ്കിലും ഒരു അപമാനമോ അതിക്രമമോ ഒക്കെ നേരിടുന്നവർ ഇങ്ങനെ അപമാനഭാരത്താൽ വീടുകളുടെ ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. അവർ സധൈര്യം മുന്നോട്ട് വരികയും പൊതുസമൂഹത്തിൽ തങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പറയുകയും പരാതിപ്പെടേണ്ട വേദികളുണ്ടെങ്കിൽ അവിടെ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ അവിടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ ഒരു വലിയ പോരാട്ടത്തിലാണല്ലോ ഇതിപ്പോൾ ഒരു വലിയ ക്രിമിനൽ തന്നെ ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ അത്തരം പോരാട്ടങ്ങൾ ഉണ്ടാവണം. അവർക്കൊക്കെയുള്ള ഒരു വലിയ വേദി നിർഭയമായി ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യമായി അവരുടെ സ്വകാര്യത സംരക്ഷിക്കും എന്ന ഉറപ്പോടുകൂടി ആണ് ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ അവരൊക്കെ പല കാര്യങ്ങളും തുറന്നു പറയാൻ സന്നദ്ധരായത്.
അപ്പോൾ ആ ഒരു സാഹചര്യം സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷയൊരുക്കുന്ന, അവർക്ക് വലിയ ബഹുമാന്യത കൽപ്പിക്കുന്ന അങ്ങനെ ഒരു സംവിധാനമാണുള്ളത്. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അവരുടെ മാത്രം പ്രശ്നമായിട്ട് അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അവരുടെ ശബ്ദമായി ഈ സമൂഹം മുഴുവൻ, മാധ്യമങ്ങൾ മുഴുവൻ, മനുഷ്യർ മുഴുവൻ അവരോടൊപ്പം നിൽക്കുകയാണ്, സ്ത്രീകളുടെ ഒപ്പം. അത് സ്ത്രീകൾക്ക് വലിയ ആത്മവിശ്വാസവും തൻ്റെ ഇടവും ധൈര്യം നൽകുന്നു. ഇത് സ്ത്രീകളുടെ ഒരു വർത്തമാനകാലത്ത് അവരുടെ ഒരു പുതിയ നവോത്ഥാനം എന്ന് തന്നെ പറയാം. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പല ഇൻഡസ്ട്രികളിൽ നിന്നും ഇതിനേക്കാളൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഇൻഡസ്ട്രികളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ന്യായീകരിച്ച് പറയില്ല. പക്ഷെ അത്തരം അവിടെ പോലും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അവിടെയാണ് കേരളത്തിന്റെ ഒരു സർക്കാർ മാതൃകയാവുന്നത്. ഇവിടെ പലരും പറഞ്ഞല്ലോ ഇത് കുറച്ച് വൈകി എന്നൊക്കെ പറയാം. അതിന് വൈകിയതിനൊക്കെ കാരണങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ നൽകിയ കത്തുണ്ട്. ഇത് വലിയ സ്വകാര്യതകളുടെ വെളിപ്പെടുത്തലുകളാണ്, ഇതൊരിക്കലും പുറത്തുവിടരുത് എന്ന് കത്തുണ്ട്. ഈ മൊഴികൾ കൊടുത്തവർ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഇത് ഞങ്ങളുടെ സ്വകാര്യതകളുടെ ലംഘനമാണ്, അതൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന് ഉറപ്പിന്മേലാണ് ഞങ്ങളിത് തുറന്നു പറഞ്ഞത്, ഇത് പുറത്തുവിടരുതെന്ന് അവരുടെ കത്തുണ്ട്. ഒപ്പം വിവരാവകാശ പ്രവർത്തകർ പോയല്ലോ, വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് എന്താവുന്നത്? അദ്ദേഹവും കമ്മീഷണറും പറഞ്ഞല്ലോ ഇത് സ്വകാര്യതകളുടെ ലംഘനമാണ്, അതുകൊണ്ട് ഇത് പുറത്തുവിടരുത്. അപ്പൊ ഇത്തരം സാങ്കേതികമായ ഒരു അവസ്ഥ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന് ഇത് പുറത്തുവിടാൻ പറ്റുന്നത്? എങ്കിലും പിന്നീട് മാധ്യമങ്ങളുടെ ഒരു വലിയ ഒരു ഇടപെടൽ, സമൂഹത്തിന്റെ ഇടപെടൽ ഒക്കെ കണ്ട് വിവരാവകാശ കമ്മീഷൻ വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്വകാര്യതകളുടെ അത് എന്തെങ്കിലും ലംഘനമുണ്ടായാൽ അത് ഒഴിവാക്കി, ആ ഭാഗം ഒഴിവാക്കി പുറത്തുവിടാൻ പറഞ്ഞു. അതിനും ചില തടസ്സങ്ങളുണ്ടായി. അതിനെയും അതിജീവിച്ചുകൊണ്ട് സർക്കാർ അത് പുറത്തുവിട്ടു. അപ്പം ധീരമായ ഒരു നടപടിയല്ലേ സർക്കാർ, അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. ഇപ്പൊ ഇത്രയെല്ലാം ഇൻഡസ്ട്രികളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്ന ഇതേ മാതൃകയിൽ തങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഇതുപോലെ ഇതുപോലെ പിന്നെ കമ്മിറ്റികൾ ഉണ്ടാകണം, റിപ്പോർട്ടുകൾ സമർപ്പിക്കണം, വലിയ ക്രൂരമായ പീഡനങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് അവർ ഒക്കെ ആവശ്യപ്പെടുകയില്ലേ. അപ്പോൾ അതെല്ലാം കേരളം എല്ലാ രംഗത്തും മാതൃക എന്നതുപോലെ ഇതിനും വലിയ മാതൃക നമ്മൾ കാണിച്ചു. അതിനെ നമ്മളൊരു വലിയ സല്യൂട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.